നമസ്കാരം, ശ്രീധരായാണ്. നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരിൽ ഒരു വിവരവും ഒരു വകതിരിവും ഇല്ലാത്തൊരു മാധ്യമ പ്രവർത്തകയായിട്ട് തോന്നിയിരിക്കുന്ന ഒരു മനുഷ്യത്തെയാണ് സ്മൃതി പരുത്തിക്കാട്. അവരുടെ ചാനൽ ചർച്ചയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. സ്വന്തം മനസ്സിലുള്ളതൊക്കെ പറയാൻ വേണ്ടി ചാനൽ ചർച്ച ഉപയോഗിക്കണം. അതായത് അവിടെ വരുന്ന അതിഥികളോട് ഒരു ബഹുമാനവും ഇല്ലാണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് സ്മൃതി പരുത്തിക്കാട്. ഇന്നലെ നമ്മളേക്ക് ഏറെ വിഷമിച്ച ആ മഹാദുരന്തം ഉണ്ടായ സമയത്തും അവര് വാർത്ത വായിക്കണം നമ്മളെല്ലാരും കേട്ടിരുന്നു. പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അത് കാണാത്തവർക്ക് വേണ്ടിയാണ്. അവര് ഇന്നലെ ആ ദുരന്തം ഉണ്ടായപ്പോ വായിച്ച വാർത്തയാണ് ഈ കാണുന്നത്. 169 ഇന്ത്യക്കാരാണ് അപകടത്തിൽ ഉണ്ടായിരുന്നത്. മരണസംഖ്യ 30 എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും 105 പേർ മരിച്ചു എന്നിപ്പോൾ ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 105 മരണസംഖ്യ 105 എന്നാണ് ഇപ്പോൾ ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ഥിരീകരിക്കുന്ന വിവരമായിട്ട് അത് വരികയല്ല. 100 മേലെ 105 ഇത് വായിക്കുന്നത് ലേലം വിളിയത് അല്ലെങ്കിൽ എന്താണ് വല്ല ഇലക്ഷൻ നടക്കണ ഇതുപോലെ വകതിരിവില്ലാണ്ട് പെരുമാറുന്ന ഒരു മാധ്യമ പ്രവർത്തക. മാധ്യമങ്ങൾ ഭൂരിപക്ഷം അതാണ്. ഈ മാധ്യമങ്ങളുടെ ഒരു അഭ്യർത്ഥന എന്താണെന്ന് അറിയാമോ? നമ്മുടെ കേരളത്തിലെ ഒരു വ്യക്തി ഈ ഒരു ദുരന്തത്തിൽ മരിച്ചിട്ടുണ്ട്. അവരുടെ വീട്ടില് അവര് നഷ്ടപ്പെട്ടതിൽ വിഷമിച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട്. അവരുടെ ആ വായിലോട്ട് മയക്ക് തിരികേറ്റി കൊണ്ടുപോകുന്ന ഒരു അഭ്യർത്ഥന ഉണ്ട്. അവരാ വിഷമത്തിലും ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുന്ന സംഭവങ്ങളാണ് നടന്നേക്കണത്. ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോട് അഭ്യർത്ഥന, അതൊരു സ്മൃതി പരുത്തിക്കാട്. ഈ വകതിരിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജോലി ചെയ്യാൻ നിൽക്കുന്നത്? ഏത് വാർത്ത ഏത് തരത്തിൽ അവതരിപ്പിക്കണമെന്നുള്ളൊരു ധാരണ ഇവിടെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ ജേർണലിസ്റ്റ് ഒക്കെ പഠിച്ച ആൾക്കാരല്ലേ? അതുവരെ ഇല്ലെന്നറിയാൻ നേരത്ത് കുറെ റേറ്റിംഗ് കിട്ടാൻ, കുറെ പൈസ കിട്ടാൻ വേണ്ടി മാത്രമല്ല മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. ജനങ്ങളുടെ വാർത്തകൾ ഏത് രീതിയിൽ എത്തിക്കണം എന്നുള്ളൊരു ഇതിനെ കുറിച്ചൊരു പകുതി വേണം. അതില്ലാണ്ട് ഈ ചാനലിൽ കയറി ഇരുന്നിട്ടൊക്കെ ഇമാതിരി വർത്തമാനം പറഞ്ഞിട്ടൊരു കാര്യമില്ല. സ്മൃതി പരുത്തിക്കാട് ഈ മഹാദുരന്തം നടക്കുന്ന സമയത്ത് അതിലും വലിയ ദുരന്തമായിട്ട് സ്മൃതി പരുത്തിക്കാട് മാറണം. അത് പറയാണ്ട് നിവൃത്തിയില്ല. സത്യം പറഞ്ഞാല് പച്ചമലയാളത്തിൽ പറഞ്ഞാല് ആ വാർത്ത കേൾക്കുന്ന സമയത്ത് 2 എണ്ണം മോന്തക്കിട്ട് കൊടുക്കണമെന്ന് തോന്നി. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നാളെ തന്നെ ഇരിക്കുള്ളൂ. ആരോട് പറയാം.